ഹായ് എവരിവൺ, ദിസ് ഇസ് ജിബി സെബാസ്റ്റ്യൻ ആൻഡ് വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ആറാമത്തെ ലെസൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നോക്കുന്നത്, തേർഡ് പാർട്ട്. ഇതിന് മുമ്പുള്ള 2 പാർട്ടുകളുണ്ട്, അത് കാണാത്തവർ അത് ആദ്യം കാണാം, എന്നാലേ ശരിക്കും ഇത് മനസ്സിലാവുള്ളൂ. കുറച്ച് ലെങ്തി ആയിരിക്കാം. ലെങ്തി അത് എങ്ങനെയാവുന്നതെന്ന് വെച്ചാൽ എല്ലാ വേർഡുകളും എല്ലാ സെൻറ്റൻസുകളും കംപ്ലീറ്റ് ആയിട്ട് പറയണമെന്ന് പലരുടെയും കമൻസ് കിട്ടി. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വിശദമായിട്ട് ഓരോ വേർഡും എടുത്തെടുത്ത് അതിൻ്റെ മലയാളത്തിൽ അർത്ഥം പറഞ്ഞ് ഓരോ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അർത്ഥം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിരിക്കാം വീഡിയോ, പക്ഷേ എല്ലാ വേർഡും എല്ലാ സെൻറ്റൻസും ശരിക്കും മനസ്സിലാവണം എന്നുള്ളവർ കാണാൻ നോക്കുക അത്. ഓക്കെ, അപ്പോൾ ഈ പാഠത്തിൻ്റെ പേര് രക്ത് ഓർ ഹമാര ശരീർ, രക്ത് ഓർ ഹമാര ശരീർ എന്നാണ്. എഴുതിയിരിക്കുന്നത് യതീഷ് അഗർവാൾ എന്ന ലേഖകനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ദീദി യേ തോ ബഹുത് മഹത്വപൂർണ്ണ ബാത് ബതായി ആപ്നെ. ദീദി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഡോക്ടർ ദീദിയെ കുറിച്ചാണ് പറയുന്നത്. ഇതിന് മുമ്പുള്ള വീഡിയോ കാണാത്തവർ അത് കാണണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ദീദി, ചേച്ചി, ഡോക്ടർ ദീദി, യേ തോ ബഹുത് ഹി മഹത്വപൂർണ്ണ ബാത് ബതായി ആപ്നെ. യഹ് തോ ഇത്, ബഹുത് ഹി മഹത്വപൂർണ്ണ വളരെ, ബഹുത് എന്ന് പറഞ്ഞാൽ വളരെ, മഹത്വപൂർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ്. ഇത് ബഹുത് മഹത്വപൂർണ്ണ ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം. ബത്തായി എന്ന് പറഞ്ഞാൽ പറഞ്ഞു, ആപ്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ. അപ്പോൾ ദീദി പറഞ്ഞ ഈ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അനിൽ പറഞ്ഞു, പൽഭർ സോച്ച് മേ ഡൂബാ രഹ. അവൻ പൽഭർ കുറച്ച് നിമിഷത്തിന്, കുറച്ച് സമയത്തിന്, സോച്ച് മേ ഡൂബാ രഹ. സോച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തയിൽ മുങ്ങി. ഡൂബ എന്ന് പറഞ്ഞാൽ മുങ്ങുക, സോച്ച് എന്ന് പറഞ്ഞാൽ ചിന്തയിൽ മുങ്ങി. ഫിർ ബോല, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു. ഫിർ എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞു. ബോല പറഞ്ഞു, ആപ്നെ ബതായാ ഥാ കി രക്ത് മേ സഫേദ് കൺ ഓർ ബിംബാണു ഭി ഹോത്തെ ഹെ. ആപ്നെ ബതായാ ഥാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിരുന്നു. ബതായാ ഥാ പറഞ്ഞിരുന്നു. കി രക്തമേ സഫേദ് കൺ, രക്തത്തിൽ സഫേദ് കൺ എന്ന് പറഞ്ഞാൽ വൈറ്റ് സെൽസ്. ഓർ ബിംബാണു എന്ന് പറയാം പ്ലേറ്റ്ലെറ്റ്സ്. ബിംബാണു അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സും സഫേദ് കൺ അതായത് വൈറ്റ് സെൽസും WBCs ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഭി ഹോത്തെ ഹെ, അതും ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ശരീർ മേ ഉൻകാ ക്യാ കാം ഹെ. ശരീരത്തിൽ ഉൻക എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് ഏതൊക്കെ? WBCയും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സും. ഉൻക ക്യാ കാം ഹെ, എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്താണ്? ക്യാ കാം ഹെ, എന്താണ് അതിൻ്റെ വർക്ക്? ഡോക്ടർ ദീദി പറഞ്ഞു, സഫേദ് കൺ വാസ്തവ് മേ ഹമാരെ ശരീർ കെ വീർ സിപ്പാഹി ഹെ. സഫേദ് കൺ എന്ന് പറയുന്നത് WBC വൈറ്റ് സെൽസ്. വാസ്തവത്തിൽ ഹമാരെ ശരീരക്ക് നമ്മളുടെ ശരീരത്തിലെ വീർ സിപ്പാഹി, വീര സൈനികരാണ്, വീരന്മാരായ. സിപ്പാഹി എന്ന് പറഞ്ഞാൽ സൈനികർ, സോൾജിയർ, ബ്രേവായ സോൾജിയേഴ്സാണ് അവർ. ജബ് രോഗാണു ശരീർ പർ ധാവ ബോൽനേക്ക് കോശിഷ് കർത്തേ ഹെ. ജബ് രോഗാണു, എപ്പോഴൊക്കെ രോഗാണുക്കൾ ശരീരത്തിൽ ധാവ എന്ന് പറഞ്ഞാൽ ധാവാ ബോലന എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക, ചലഞ്ച് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. ധാവാ ബോലനേക്ക് കോശിഷ് കർത്തേ ഹെ. കോശിഷ് എന്ന് പറഞ്ഞാൽ ട്രൈ ചെയ്യുക. അതായത് എപ്പോഴൊക്കെ രോഗാണുക്കൾ ശരീരത്തിൽ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ, തോ സഫേദ് കൺ ഉൻസെ ഡട്ട് കർ മുക്കാബല കർത്തേ ഹെ. സഫേദ് കൺ എന്ന് പറഞ്ഞാൽ വൈറ്റ് സെൽസ്. ഉൻസെ എന്ന് പറയുമ്പോൾ ഇവിടെ രോഗാണുക്കൾക്കെതിരായിട്ട് ഡട്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ആയിട്ട്, നല്ല സ്ട്രോങ് ആയിട്ട്, മുക്കാബല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈറ്റ്, മുക്കാബല കർത്തേ ഹെ. അതായത് അവർ സ്റ്റഡി ആയിട്ട്, സ്ട്രോങ് ആയിട്ട് അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഓർ ജഹാ തക് സംഭവ് ഹോ പാത്താ ഹെ. ജഹാ തക് സംഭവ് ഹോ പാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പറ്റുന്നോ, ജഹാ തക് എത്രത്തോളം, സംഭവം പറ്റുന്നോ, കഴിയുന്നോ, സംഭവ് ഹോ പാത്ത ഹെ. രോഗാണുവോ ഭീതർ ഘർ നഹി കർനെ ദേത്തെ. ഭീതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തർ, ഉള്ളിൽ,
ശരീരത്തിൻ്റെ ഉള്ളിൽ ഘർ നഹി കർണേ ദേത്തെ, അതായത് ഉള്ളിൽ വന്ന് താമസിക്കാനോ ഉള്ളിൽ കയറി മൾട്ടിപ്ലൈ ചെയ്യാനോ ഉള്ളിൽ കയറാനോ അതിൻ്റെ ഉള്ളിൽ ജീവിക്കാനോ സമ്മതിക്കുന്നില്ല. രോഗാണുക്കോ ഭീതർ, ഉള്ളിൽ ശരീരത്തിൻ്റെ ഉള്ളിൽ ഘർ നഹി കർണേ ദേത്തെ, അവിടെ വന്നിട്ട് അവർക്ക് അവരവരുടെ താമസം, അവർ താമസിക്കാൻ, അതിൻ്റെ ഉള്ളിൽ കയറാൻ, ഉള്ളിൽ കയറിയാലും അവിടെ മൾട്ടിപ്ലൈ ചെയ്യാനും അവിടെ അവരവരുടെ വീടുണ്ടാക്കാനും അവിടെ വളരാനും അവർ സമ്മതിക്കില്ല. ബസ് സംക്ഷേപ് മേ യോ മാനലോ, ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. ബസ് സംക്ഷേപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ സംക്ഷേപ് മേ യോ മാനലോ, ഇത്രയും മനസ്സിലാക്കുക. कि बहुत से रोगों से हमारी रक्षा करते हैं. बहुत से रोगों से, बहुत എന്ന് പറഞ്ഞാൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് ഹമാരി രക്ഷ കർത്തേ ഹെ, നമ്മളെ രക്ഷിക്കുന്നത്, നമ്മളെ ആ രോഗങ്ങളിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? വൈറ്റ് സെൽസ് ആണ്, WBCകളാണ്, വൈറ്റ് ബ്ലഡ് കോർപ്പസെൽസ് അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ്. और बिंबाणुओं का काम है. और ബിംബാണു എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ എന്താണ് കാര്യം, എന്താണ് ജോലി? ബിംബാണുओं का काम है चोट लगने पर रक्त जमाव क्रिया में मदद करना. ചോട്ട് ലഗ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും മുറിവുണ്ടായാൽ ലഗ്നേപ്പർ, മുറിവുണ്ടാവുമ്പോൾ രക്ത് ജമാവ് ക്രിയ എന്നാൽ ബ്ലഡ് കട്ട പിടിക്കും. ഇപ്പോൾ എവിടെ നിന്നാണോ കട്ടുണ്ടായത്, എവിടെ നിന്നാണോ ബ്ലഡ് വരുന്നത്, അവിടെ കുറച്ച് നേരം കഴിയുമ്പോൾ ബ്ലഡ് കട്ടയായിട്ട് ആ ബ്ലഡ് വിരൽ നിൽക്കും. അപ്പോൾ രക്ത് ജമാവ് എന്ന് പറഞ്ഞാൽ ക്ലോട്ട് ആവുക, കട്ടയാവുക. രക്ത് ജമാവ് ക്രിയ എന്ന് പറഞ്ഞാൽ പ്രോസസ്സ്, രക്തം കട്ടയാവുന്ന പ്രോസസ്സിൽ മദത് കർണ, ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ്സ് എന്ത് ചെയ്യും? രക്തത്തിനെ കട്ട പിടിക്കാനായിട്ട് സഹായിക്കും. രക്ത കെ തരൽ ഭാഗ് പ്ലാസ്മ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, രക്തത്തിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, ഒന്ന് പ്ലാസ്മയും പിന്നെ ബ്ലഡ് സെൽസും. ബ്ലഡ് സെൽസിൽ റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്, പിന്നെ പ്ലേറ്റ്ലെറ്റ്സും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്ലാസ്മയിൽ रक्त के तरल भाग प्लाज्मा में, प्लाज्मा एक विशेष किस्म की प्रोटीन होती है. एक विशेष किस्म, ഒരു പ്രത്യേക തരത്തിലുള്ള, കിസം എന്ന് പറഞ്ഞാൽ തരത്തിലുള്ള, വിശേഷം എന്ന് പറഞ്ഞാൽ വിശേഷം, പ്രത്യേക തരത്തിലുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട് പ്ലാസ്മയിൽ. जो रक्तवाहिका की कटी फटी दीवार में मकड़ी के जाल के समान एक जाला बूंद देती है. ഈ പ്രോട്ടീൻ എന്ത് ചെയ്യും? എവിടെയാണോ ബ്ലഡ് വെസൽ കട്ടായിട്ട് അതിൽ കൂടെ ബ്ലഡ് പുറത്തോട്ട് ലീക്ക് ചെയ്യുമ്പോഴാണ് ഈ ബ്ലീഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണോ കട്ടായത് അവിടെ എന്ത് ചെയ്യും? അവിടെ ഒരു മക്കടിക്ക് ജാൽ ജേസ, മക്കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എട്ടുകാലി വല പോലെ, ചെലന്തി വല പോലെ ഒരു വല അവിടെ നിർമ്മിക്കും. അത് രക്തവാഹിക്കാക്കി കട്ടി ഫട്ടി ദീവാർ പേ, രക്തവാഹിക്ക എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസലിൻ്റെ കട്ടി ഫട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടായ മുറിഞ്ഞ ആ വാളിൽ, ബ്ലഡ് വെസലിൻ്റെ വാളിൽ മക്കടിക്ക് ജാൽ കെ സമാൻ, മക്കടി എന്ന് പറയുന്നത് നമ്മുടെ ഈ എട്ടുകാലി സ്പൈഡർ, അതിൻ്റെ ജാൽ കെ സമാൻ, ജാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വല, മക്കടി കെ ജാൽ കെ സമാൻ ഏക് ജാല എന്ന് പറഞ്ഞാൽ നെറ്റ്, ഏക് ജാല ബുൻദേത്തി ഹെ, അതായത് ഒരു ജാല ഉണ്ടാക്കും. ബുൻദേന എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക, നെയ്യും. ബിംബാണു ഈസ് ജാലേസെ ചിപ്പക് ജാത്തെ ഹെ. ബിംബാണു എന്ത് ചെയ്യും? പ്ലേറ്റ്ലെറ്റ്സ് പോയിട്ട് ഈ ജാലയിൽ, ഈ നെറ്റിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ആവും. ബിംബാണു ഈസ് ജാലേസെ ചിപ്പക് ജാത്തെ ഹെ. ചിപ്പക് ജാത്തെ എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കും. ഈ ജാലയിൽ പോയിട്ട് ഈ നെറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒട്ടിപ്പിടിക്കും. ഓർ ഇസ് തരഫ് ദീവാർ മേ ആയി ദരാർ ഭർ ജാത്തി ഹെ. അങ്ങനെ ഈ ബ്ലഡ് വെസലിൻ്റെ വാളിൽ, ബ്ലഡ് വെസലാണിത്, അതിൻ്റെ വാളിൽ വന്ന ആ ഓട്ട അല്ലെങ്കിൽ ദരാർ എന്ന് പറഞ്ഞാൽ ഓട്ട, ഇസ് തരഫ് ഇങ്ങനെ ദീവാർ എന്ന് പറഞ്ഞാൽ വാൾ, ആ വാൾ മേ ആയി ദരാർ എന്ന് പറഞ്ഞാൽ ഓട്ട, ഭർ ജാത്തി ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓട്ട അടഞ്ഞു പോകും. എന്താണ്? ആദ്യം അതിലുള്ള ഒരു പ്ലാസ്മയിലുള്ള ഒരു പ്രോട്ടീൻ എന്തുണ്ടാക്കും? ഒരു നെറ്റ് ഉണ്ടാക്കും. അവിടെ ആ നെറ്റിൻ്റെ ഓട്ടയ്ക്കുള്ളിൽ എന്ത് പോയിട്ട് ഒട്ടും?
നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് പോയിട്ട് ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ആ ഓട്ട ഉണ്ടായിരുന്നത് എല്ലാം അടഞ്ഞു പോകും. അടഞ്ഞു പോകുമ്പോൾ പിന്നെ അതിൽ നിന്ന് എന്ത് വരില്ല, ബ്ലഡ് പുറത്തേക്ക് വരില്ല. അപ്പോൾ दीवार में आई दरार भर जाती है जिससे रक्त बाहर निकलना बंद हो जाता है. ഇത് അങ്ങനെ ജിസ്സെ എന്ന് പറഞ്ഞാൽ അങ്ങനെ, രക്ത് ബാഹർ നിക്കൽന, രക്തം എന്ന് പറഞ്ഞാൽ ബ്ലഡ്, ബാഹർ നിക്കൽന എന്ന് പറഞ്ഞാൽ പുറത്ത് വരുന്നത്, രക്ത് ബാഹർ നിക്കൽന ബന്ദ് ഹോ ജാത്തെ ഹെ, ബന്ദ് ഹോ ജാത്ത ഹെ, ബന്ദ് എന്ന് പറഞ്ഞാൽ അടയുക. അപ്പോൾ രക്തം പുറത്ത് വരുന്നത് നിന്ന് പോവും, നിൽക്കും. ഓക്കെ. അനിൽ ബോല, അനിൽ പിന്നെ പറഞ്ഞു, ദീദി ലേക്കിൻ घाव गहरा हो तब खून बहता ही चला जाता है. അപ്പോൾ ദീദി ലേക്കിൻ പക്ഷേ, घाव എന്ന് പറഞ്ഞാൽ ആ മുറിവ്, ഗഹര ഹോ, ഗഹര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആഴമുണ്ടെങ്കിൽ, തബ് ഖൂൻ ബഹത്ത ഹി ചല ജാത്ത ഹെ, അങ്ങനെയാണെങ്കിൽ ബ്ലഡ് പിന്നെ വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അതെന്തുകൊണ്ടാണ്? അപ്പോൾ ഖൂൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ്, ബഹത്ത ഹി ചല ജാത്ത ഹെ, ബ്ലഡ് വന്നുകൊണ്ടേയിരിക്കും. പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ദീദി പറയാണ്, ऐसे समय उस व्यक्ति को, ऐसे समय, ശരിയാണ്, ऐसे समय उस व्यक्ति को जल्दी से डॉक्टर के पास ले जाना चाहिए. അപ്പോൾ ऐसे समय, അങ്ങനെയുള്ള സമയത്തിൽ, അങ്ങനെ ഉണ്ടാവുമ്പോൾ ഉസ് വ്യക്തിക്കോ, ആ ആളെ എന്ത് ചെയ്യണം, ജൽദീസെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡോക്ടർ കെ പാസ്, ഡോക്ടറെ അടുത്ത് ലേ ജാനാ ചാഹിയെ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണം. അപ്പം അങ്ങനെയുള്ള സമയത്ത് പെട്ടെന്ന് തന്നെ അയാൾ ഡോക്ടറെ കാണിക്കണം, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം. ജറൂരത്ത് സമझने पर ऐसी स्थिति से निपटने के लिए कुछ टाके भी लगाने पड़ सकते हैं. അപ്പോൾ ജറൂരത്ത് സമझने पर, അപ്പോൾ ഡോക്ടർ കൊണ്ടുപോയി. അപ്പോൾ ജറൂരത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യമാണെന്ന് ഡോക്ടർക്ക് തോന്നുകയാണെങ്കിൽ, സമझना എന്ന് പറഞ്ഞാൽ തോന്നുമ്പോൾ, ജറൂരത്ത് സമझने पर ऐसी स्थिति में, ഇങ്ങനെയുള്ള സ്ഥിതിയിൽ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ, ഇസ് സ്ഥിതിസെ നിപ്പട്ടനെങ്കിലേ, നിപ്പട്ടനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലഡിൻ വരുന്നതിന് നിർത്താനായിട്ട്, നിപ്പട്ടന എന്ന് പറഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യുക, ഇങ്ങനെയുള്ള കണ്ടീഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കണ്ടീഷൻ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് കുച്ച് ടാക്കെ ബി ലഗാനെ പട് സക്തേ ഹെ. അപ്പോൾ കുച്ച് ടാക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചസ്. അപ്പോൾ സ്റ്റിച്ചസ് വരും ചിലപ്പോൾ, കുച്ച് ടാക്കെ, കുച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ചിലപ്പോൾ തുന്നൽ ഇടേണ്ടി വരും, സൂച്ചർ ചെയ്യേണ്ടി വരും. അപ്പോൾ टाके भी लगाना पड़ सकते हैं. किंतु डॉक्टर के पास पहुंचने तक के समय में चोट के स्थान पर कसकर एक साफ कपड़ा बांध देना चाहिए. പക്ഷേ ഡോക്ടർ के पास पहुंचने तक, ഡോക്ടറിൻ്റെ അടുത്ത് എത്തുന്നത് വരെ, അതുവരെയുള്ള സമയത്തിന് എന്ത് ചെയ്യണം, കെ സമയമേ, ആ സമയത്തിൽ, ചോട്ട് കെ സ്ഥാൻ പർ, ചോട്ട് എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഇഞ്ചുറി പറ്റിയത്, മുറിവ് പറ്റിയത്, കെ സ്ഥാൻ എന്ന് പറഞ്ഞാൽ ആ സ്ഥലം, ചോട്ട് കെ സ്ഥാൻ പർ കസ്കർ, നല്ല ടൈറ്റായിട്ട്, ഏക് സാഫ് കപ്പട ബാന്ധേന ചാഹിയെ. സാഫ് കപ്പട എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള തുണി അതിൻ്റെ ആ മുറിവിൻ്റെ മുകളിൽ വെച്ച് കെട്ടണം. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ പ്രഷറിൽ ആ ബ്ലഡ് വരുന്നത് നിൽക്കും. दबाव पड़ने से रक्त का बहना कम हो जाते हैं. അപ്പോൾ പ്രഷർ, ദബാവ് എന്ന് പറഞ്ഞാൽ പ്രഷർ പടനെ പർ, പ്രഷർ ആയി കഴിയുമ്പോൾ ആ ബ്ലഡ് വെസലിൻ്റെ മുകളിൽ, ആ കട്ടിൻ്റെ മുകളിൽ പ്രഷർ വന്നു കഴിയുമ്പോൾ എന്താവും, രക്ത് കാ ബഹന കം ഹോ ജാത്തെ ഹെ, രക്തത്തിൻ്റെ ഒഴുക്ക് അല്ലെങ്കിൽ ബ്ലീഡിങ് കം ഹോ ജാത്ത ഹെ. കം എന്ന് പറഞ്ഞാൽ കുറയും, ബ്ലീഡിങ് കുറയും. जो उस व्यक्ति के लिए काफ़ी लाभप्रद सिद्ध हो सकता है. അപ്പോൾ അത് ഉസ് വ്യക്തി के लिए, ആ വ്യക്തിക്ക് കാഫി, ഒരുപാട് ലാഭകരമാണത്, ലാഭപ്രദ് സിദ്ധ് ഹോ സക്ത ഹെ, ലാഭകരമാണെന്ന്, സിദ്ധ് ഹോന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂവ് ആകും, ലാഭകരമായി നമുക്ക് കാണാൻ പറ്റും. किंतु अगर बहुत अधिक रक्त बह जाए तो, പക്ഷേ ഒരുപാട് രക്തം ഒഴുകിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ബ്ലീഡിങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് രക്തം ബോഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ, अगर बहुत अधिक रक्त बह जाए तो उसे रक्त चढ़ाने की ज़रूरत भी पड़ सकती है.
उसे आ व्यक्ति के रक्त चढ़ाने की ज़रूरत भी पड़ सकती है. रक्त चढ़ाने की ज़रूरत, रक्त ബ്ലഡ് ചടാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റുക. की ज़रूरत എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം. ബ്ലഡ് കേട്ട് ചിലപ്പോൾ കയറ്റേണ്ടി വരും. ബ്ലഡ് ചടാനേക്ക് അല്ലെങ്കിൽ രക്ത് ചടാനേക്ക് ജറൂറത്ത് भी पड़ सकती है. അതായത് ഈ രക്തം കയറ്റേണ്ടിയും ചിലപ്പോൾ വന്ന് എന്നും വരും. അപ്പോൾ ദീദിനെ സംജാത്തെ ഹുയെ കഹ, ദീദി അനിലിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഇതെല്ലാം പറയുകയാണ്. അനിലിനെ കഹ, അപ്പോൾ അനിൽ പറഞ്ഞു क्या ऐसे समय में किसी भी व्यक्ति का खून काम आ सकता है. അപ്പോൾ അനിലിന് വേറൊരു സംശയം, ക്യാ ऐसे समय में, ഇങ്ങനെയുള്ള സമയത്തിൽ, അതായത് ബ്ലഡ് കയറ്റേണ്ട സമയത്തിൽ കിസി ബി വ്യക്തി കാ ഖൂൻ, കിസി ബി വ്യക്തി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാളുടെ, ഏതൊരാളുടെയും രക്തം കാം ആ സക്താ ഹെ, അതായത് ആ ഏതൊരാളുടെ രക്തവും ഇങ്ങനെ കയറ്റാൻ പറ്റുമോ, കൊടുക്കാൻ പറ്റുമോ. അപ്പോൾ ദീദി ബോലി, അപ്പോൾ ദീദി പറഞ്ഞു അനിൽ ഹർ കിസി കാ രക്ത് ഏക് സാ നഹി ഹോത്താ. ഹർ കിസി കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും രക്തം ഏക് സാ നഹി ഹോത്താ, ഏക് ജൈസ നഹി ഹോത്താ. അത് പറഞ്ഞാൽ ഒരേപോലെ അല്ല ഉള്ളത്. കുച്ച് വിശേഷ് ഗുണോ കെ ആധാർ പർ, കുറച്ച് വിശേഷം അല്ലെങ്കിൽ ഒരു വിശേഷ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ കുച്ച് വിശേഷ് ഗുണോ കെ ആധാർ പർ, അതിൻ്റെ ആധാരത്തിൽ അതിനനുസരിച്ച്, അതായത് ചില പ്രത്യേകതരം ഒരു ഗുണങ്ങൾ, ആ ബ്ലഡിൻ്റെ ഗുണങ്ങൾ അനുസരിച്ച് രക്ത को 4 मुख्य वर्गों में बांट दिया गया है. रक्त को 4 मुख्य वर्गों में, രക്തത്തെ 4 മെയിൻ ടൈപ്പായിട്ട്, മുഖ്യ വർഗ് മെയിൻ ടൈപ്പ് ആയിട്ട് ബാട്ട് ദിയാ ഗയാ ഹെ, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 മെയിൻ ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. जरूरतमंद व्यक्ति को रक्त समूह की जांच करने के बाद उसे उसी रक्त समूह का रक्त चढ़ाया जाता है. അപ്പോൾ ജറൂറത്ത്മന്ത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള ആൾക്ക്, രക്തം അത്യാവശ്യമുള്ള ആൾക്ക് എന്ത് ചെയ്യണം, രക്ത സമൂഹക്ക്, അയാളുടെ രക്തസമൂഹ ബ്ലഡ് ഗ്രൂപ്പ് की जांच करने के बाद, ആ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ട് उसे അയാൾക്ക് उसी രക്ത സമൂഹ രക്ത് ചടായ ജാത്ത ഹെ, അയാൾക്ക് അയാളുടെ ഏതാണോ ബ്ലഡ് ഗ്രൂപ്പ് അതേ ബ്ലഡ് ഗ്രൂപ്പ് അയാൾക്ക്, ബ്ലഡ് ഗ്രൂപ്പിലുള്ള ബ്ലഡ് അയാൾക്ക് കൊടുക്കുകയുള്ളൂ, അയാളുടെ ശരീരത്തിൽ കയറ്റുള്ളൂ. लेकिन ज़रूरत के समय यदि उस रक्त समूह का कोई व्यक्ति मिले ही नहीं तब, അപ്പോൾ അനിലിന് വേറൊരു സംശയം. അപ്പോൾ ലേക്കിൻ, പക്ഷേ ജറൂറത്ത് കി സമയം, അതായത് അത്യാവശ്യമുള്ള സമയത്ത്, യദി ചിലപ്പോൾ ഉസ് രക്ത സമൂഹ കാ കോയി വ്യക്തി മിലേ ഹി നെയ് തബ്, അപ്പോൾ ആ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു വ്യക്തി, ഒരാളെ കിട്ടിയില്ലെങ്കിലോ, അപ്പോഴോ. അപ്പോൾ അനിൽ ചോദിച്ചു, അങ്ങനെ ചോദിക്കുകയാണ് അനിൽ, ऐसी ആപാസ്ഥിതി के लिए, ആപാസ്ഥിതി എന്ന് പറഞ്ഞാൽ എമർജൻസി, അങ്ങനെ എമർജൻസി ഉണ്ടാവുമ്പോൾ ऐसी ആപാസ്ഥിതി के लिए ही ब्लड बैंक बनाया गया है, അതിനാണ് ഈ ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ऐसी ആപാസ്ഥിതി के लिए ही, അതിനുവേണ്ടി തന്നെയാണ് ബ്ലഡ് ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്, बनाया गया है, ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രായः ശരിക്കും हर बड़े अस्पताल में इस तरह के बैंक होते हैं. അപ്പോൾ ഹർ ബഡേ അസ്പതാൽ, എല്ലാ വലിയ ഹോസ്പിറ്റലുകളിലും എന്തുണ്ട്, ഇസ് തരക്ക് ബാങ്ക് ഹോത്തെ ഹെ, ഇങ്ങനെയുള്ള ബ്ലഡ് ബാങ്ക് ഉണ്ട്. ജഹാ സഭി പ്രകാർ കെ രക്ത സമൂഹോ കാ രക്ത് തയ്യാർ രഖാ ജാത്താ ഹെ, അവിടെ ജഹാ എന്ന് പറഞ്ഞാൽ അവിടെ ഈ ബ്ലഡ് ബാങ്കിൽ സഭി പ്രകാർക്ക്, എല്ലാ ടൈപ്പിലുള്ള രക്തസമൂഹ ബ്ലഡ് ഗ്രൂപ്പിലുള്ള എല്ലാ ബ്ലഡ് ഗ്രൂപ്പിലുള്ള രക്ത് തയ്യാർ രഖാ ജാത്താ ഹെ, ബ്ലഡും റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. തയ്യാർ എന്ന് പറഞ്ഞാൽ റെഡി രഖാ ജാത്താ ഹെ, തയ്യാർ രഖാ ജാത്താ ഹെ, അവിടെ എല്ലാം റെഡി ആയിരിക്കും. എപ്പോൾ അത്യാവശ്യം വന്നാലും അവിടെ നിന്നെടുത്ത് അയാൾക്ക് ആ ബ്ലഡ്, ആ പർട്ടിക്കുലർ ബ്ലഡ് ഗ്രൂപ്പ് അയാളുടെ ശരീരത്തിൽ കയറ്റാൻ പറ്റും. किंतु इन ब्लड बैंकों में रक्त का भंडार सुरक्षित रहे, इसके लिए ये आवश्यक है कि
हम समय समय पर रक्तदान करते रहे. പക്ഷേ ഇൻ ബ്ലഡ് ബാങ്കോമേ, ഈ ഇങ്ങനെയുള്ള ബ്ലഡ് ബാങ്കുകളിൽ രക്ത ക ഭണ്ഡാർ, രക്തത്തിൻ്റെ സ്റ്റോറേജ്, ഭണ്ഡാർ എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ്, സുരക്ഷിത് രഹേ, അതായത് എപ്പോഴും അവിടെ ബ്ലഡ് ഉണ്ടാവണമെങ്കിൽ, സ്റ്റോർ ഉണ്ടാവണമെങ്കിൽ, ഇസ്കെ ലിയേ അതിന് വേണ്ടിയിട്ട് ഈ ആവശ്യക് ഹേ, എന്താണ് ആവശ്യം, കി ഹം സമയ പർ, നമ്മൾ ടൈം ടു ടൈം സമയ പർ രക്തദാൻ കർത്തേ രഹേ. രക്തദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ഡൊണേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം. അപ്പോഴേ അവിടെ എപ്പോഴും എല്ലാ ടൈപ്പിലുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏത് സമയത്ത് വേണമെങ്കിലും, എമർജൻസി വരുന്ന ഏത് സമയത്തും ഏതൊരാൾക്കും കൊടുക്കാനായിട്ട്, അതായത് അയാളുടെ ശരീരത്തിൽ കയറ്റാനായിട്ട് ബ്ലഡ് എപ്പോഴും ഉണ്ടാവുള്ളൂ. നമ്മളെല്ലാവരും ടൈം ടു ടൈം റെഗുലറായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ദീദീനെ അങ്ങനെ ഇതെല്ലാം ദീദി പറയണം. ഇപ്പോൾ ഇതാണ് ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണതിൻ്റെ പടമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ക്യാ മേ ഭി രക്തദാൻ കർ സക്താ ഹെ, മേ ഭി രക്തദാൻ കർ സക്താ ഹൂം. മേ എന്ന് പറയുമ്പോൾ ഞാൻ, അവിടെ അനിൽ ചോദിക്കുകയാണ്, ക്യാ മേ ഭി രക്തദാൻ കർ സക്താ ഹൂം, ഞാനും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ, എനിക്കും പറ്റുമോ. അനിലിനെ പൂച്ച, അനിൽ ചോദിച്ചു. നെഹി അഭി തും ചോട്ടെ ഹോ, നീ ഇപ്പോൾ, അഭി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, തും നീ, ഇപ്പോൾ നീ ചെറുതാണ്, ചോട്ടെ ഹോ. 18 वर्ष से अधिक उम्र के स्वस्थ व्यक्ति ही रक्तदान कर सकते हैं. 18 वर्ष 18 ഇയേഴ്സിന് മുകളിലുള്ള ആൾക്ക് മാത്രമേ, അതായത് ഹെൽത്തി ആയ, സ്വസ്ഥ വ്യക്തി എന്ന് പറഞ്ഞാൽ ഹെൽത്തി ഇൻഡിവിജ്വൽ മാത്രമേ രക്തദാൻ കർ സക്തേ ഹെ, അതായത് അവർ മാത്രമേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 18 വയസ്സിന് മുകളിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് മാത്രമേ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏക് സമയമേ ഉൻസെ ലഗ്ഭഗ് 300 മില്ലിലിറ്റർ രക്ത് ഹി ലിയാ ജാത്താ ഹെ. അപ്പോൾ ഒരു സമയത്ത് അവരിൽ നിന്ന് എത്ര മില്ലിലിറ്ററാണോ എടുക്കുക, 300 മില്ലിലിറ്റർ. 300 എന്ന് പറഞ്ഞാൽ 300 മില്ലിലിറ്റർ രക്ത് ഹി ലിയാ ജാത്താ ഹെ. 300 മില്ലിലിറ്റർ രക്തം മാത്രമേ ഒരു സമയം അവരിൽ നിന്ന് എടുക്കുകയുള്ളൂ. പ്രായः ये समझा जाता है कि रक्तदान करने से कमजोरी हो जाएगी. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് രക്തദാനം ചെയ്തു കഴിഞ്ഞാൽ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു കഴിഞ്ഞാൽ, समझा जाता है, എല്ലാവരും വിചാരിക്കുന്നു രക്തദാൻ करने से कमजोरी हो जाते हैं. രക്തദാൻ करने से, രക്തദാനം ചെയ്തു കഴിയുമ്പോൾ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു കഴിയുമ്പോൾ കംജോരി എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് ഉണ്ടാവുന്നു എന്ന് എല്ലാവരും വിചാരിക്കുന്നു. കിന്തു പക്ഷേ യേ വിചാർ ബിൽക്കുൽ നിരാധാർ ഹെ. അപ്പോൾ പക്ഷേ ഈ വിചാരം, ഈ തോന്നൽ ബിൽക്കുൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റായും നിരാധാർ, ഒരു ആധാരമില്ലാത്തതാണ്, അതായത് അതിനൊരു ബേസും ഇല്ലാത്തതാണ്, അങ്ങനെ വരാറില്ല, അങ്ങനെ വരില്ല. ഹമാരാ ശരീർ ഇത്തന രക്ത് തോ കുച്ച് ഹി ദിനോ മേ, ഹമാരാ ശരീർ ഇത്തന രക്ത് തോ കുച്ച് ഹി ദിനോ മേ ബനാ ലേത്താ ഹെ. അപ്പം നമ്മുടെ ശരീരം, ഹമാര ശരീരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, ഇത്ര രക്തം, അതായത് 300 ml ബ്ലഡ്, കുച്ച് ഹി ദിനോമേ, കുറച്ച് ദിവസങ്ങളിൽ ഉള്ളിൽ തന്നെ ബനാലേത്തേ ഹെ, അത് ഉണ്ടാക്കും. ആ 300 ml എന്ന് പറയുന്നത് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അത്രയും ml നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. വൈസെ ഭി ശരീർ മേ ലഗ്ഭഗ് 5 ലിറ്റർ ഖൂൻ ഹോത്താ ഹെ. വൈസെ ഭി എന്ന അല്ലെങ്കിലും നമ്മുടെ ശരീരത്തിൽ ലഗ്ഭഗ് അപ്രോക്സിമേറ്റ്ലി എത്രയുണ്ട്, ഏകദേശം 5 ലിറ്റർ ഖൂൻ ഹോത്താ ഹെ, 5 ലിറ്റർ ബ്ലഡ് നമ്മുടെ ശരീരത്തിലുണ്ട്. അതിൽ നിന്ന് എത്രയാണ് എടുക്കുന്നത്, വെറും 300 ml ബ്ലഡ് മാത്രമാണ് എടുക്കുന്നത്. इसमें से यदि कुछ रक्त किसी ज़रूरतमंद व्यक्ति के लिए ജീവൻദാൻ ബൻ ജായേ തോ ഇസ്സെ ബഡി ബാത് ക്യാ ഹോഗി. അപ്പോൾ ഈ 5 ലിറ്റർ ബ്ലഡിൽ നിന്ന്, ഇസ്മേസെ ഈ 5 ലിറ്റർ ബ്ലഡിൽ നിന്ന്, യദി ഇതിലത്തെ കുറച്ച് രക്തം കിസി ജറൂറത്ത്മന്ദ് വ്യക്തിക്ക് ലിയേ, ഏതെങ്കിലും ജറൂറത്ത്മന്ദ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള ഒരാൾക്ക് ജീവൻദാൻ, അവർക്കൊരു ജീവൻദാനമാണ് അത്, ജീവൻദാൻ ബഞ്ചാത്തെ, അങ്ങനെ ഒരു ജീവൻദാനം ആവുകയാണെങ്കിൽ, നമ്മുടെ കുറച്ച് രക്തം അവർക്കൊരു ജീവൻ കൊടുക്കുകയാണെങ്കിൽ,
तो इससे बड़ी क्या ബാത് होगी, ഇതിലും വലിയ എന്ത് കാര്യമാണ് ഉണ്ടാവുക, അതന്നെ വലിയൊരു കാര്യമാണ്. ദീദി സംജാത്തെ ഹുയെ ബോലി, അങ്ങനെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അങ്ങനെ ഡോക്ടർ ദീദി പറയണം. फिर तो बड़ा होने पर मैं नियमित रूप से रक्तदान किया करूँगा. അപ്പോൾ അനിലിനെ കഹ, അനിൽ പറഞ്ഞു ഫിർ തോ അങ്ങനെയാണെങ്കിൽ ബഡ ഹോനെ പർ വലുതായി കഴിയുമ്പോൾ, ബഡ എന്ന് പറഞ്ഞാൽ വലുതായി ഞാനും വലുതായി കഴിയുമ്പോൾ 18 വയസ്സായി കഴിയുമ്പോൾ മേ നിയമിത് റൂപ് സെ, നിയമിത് എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് രക്തദാൻ കിയാ കറൂങ്ക, റെഗുലറായിട്ട് ഞാനും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. കറൂങ്ക എന്ന് പറഞ്ഞാൽ ചെയ്യും. അനിലിനെ കഹ, അനിൽ പറഞ്ഞു. ഷബാഷ് അനിൽ, ഷബാഷ് എന്ന് പറഞ്ഞാൽ വെരി ഗുഡ് അനിൽ, നല്ല കാര്യം. ഡോക്ടർ ദീദിനെ അനിൽ കി പീഠ് ठोकते हुए കഹ, പുറത്ത് തട്ടിക്കൊണ്ട് ഡോക്ടർ ദീദി പറഞ്ഞു ഷബാഷ്, വെരി ഗുഡ്. അപ്പോൾ ഡോക്ടർ ദീദിനെ അനിൽ കി പീഠ് എന്ന് പറഞ്ഞാൽ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു വെരി ഗുഡ്. അപ്പോൾ ഇതായിരുന്നു രക്ത് ഔർ ഹമാരാ ശരീർ എന്ന പാഠം. എഴുതിയിരിക്കുന്നത് യതീഷ് അഗർവാൾ എന്ന ലേഖകനാണ്. അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് രക്ത് ഔർ ശരീർ എന്ന പാഠം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു വെരി മച്ച്.